ഡോക്ടർ ശശി തരൂരിൻ്റെ കാര്യം കഷ്ടമാണ്. അദ്ദേഹത്തിന് BJP-യിൽ ചേർന്നാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് BJP-യിൽ ചേർത്താൽ കൊള്ളാമെന്ന് BJP-ക്കാരിലും കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ട്. കോൺഗ്രസ്സിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം ഇയാൾ പോയ അത്രയും തലവേദന മാറി കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സുകാർക്ക് അവർ മുട്ടിന് പൊങ്കാലിടുകയാണ്. ആറ്റുകാലും ചക്കുളത്തുകാലും ഒക്കെ പൊങ്കാലിടുകയാണ്. എങ്ങനെയെങ്കിലും അവനൊന്ന് പോയേ മതിയായിരുന്നു. ഇപ്പോൾ പറഞ്ഞു വിട്ടാൽ പിന്നെ അപ്പുറത്ത് വലിയ സ്ഥാനം വല്ലതും കൊടുത്ത് അവിടെ കയറുന്നുകൊണ്ട് കോൺഗ്രസിനെ പള്ളു പറഞ്ഞാലോ, അതുകൊണ്ടൊന്ന് ഇറങ്ങിപ്പോടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ശശി തരൂരിന് പോകാൻ പറ്റാത്ത എന്ത് എന്നുള്ളത് ഞങ്ങളിങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് ഞങ്ങളെ കയ്യിലും കിട്ടിയില്ല. പക്ഷേ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന സൂചന ശശി തരൂർ പോയാൽ ശശി തരൂർ പെടും. കാരണം ഏതെങ്കിലും സ്ഥാനത്തോടു കൂടി അങ്ങോട്ട് ചെന്നാൽ ശശി തരൂർ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ഉടനെ അതിൻ്റെ ഒരു സ്ഥാനം, കേന്ദ്രമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഗവർണർ സ്ഥാനം അല്ലെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം, എന്തെങ്കിലും ഒരു ഓഫർ കൊടുത്തുകൊണ്ട്, വെറുതെ ഓഫറായാലും കാര്യമില്ല, അത് ഫിറ്റ് ചെയ്യുമെന്നുള്ള ഒരു ഡേറ്റ് കണക്കാക്കിക്കൊണ്ട് ശശി തരൂർ ഇറങ്ങിയില്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പണി കിട്ടും. RSSൽ ശശി തരൂരിനോടൊരു താല്പര്യമില്ല. അതിനുള്ള കാരണം എന്തെന്നാൽ ഇദ്ദേഹം ഹിന്ദുവാണെന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് തന്നെ ഹിന്ദുത്വത്തെയും ഹിന്ദുവിനെയും ധാരാളം തെറി പറയുകയും എഴുതുകയും ഹിന്ദുവിനെതിരെ, ഹിന്ദു എന്ന് പറയുന്നത് ഈ RSSോ സംഘപരിവാറോ അല്ല, യഥാർത്ഥ ഹിന്ദു എന്നുള്ള നിലയിൽ ഒരുപാട് പ്രൊപ്പഗാൻഡ നടത്തുകയോ ഒക്കെ ചെയ്തിട്ട് ഒരു ദിവസം ഇങ്ങ് കയറി വന്നാൽ അങ്ങനെ എടുക്കണ്ട എന്നുള്ളതാണ് RSSൻ്റെ ഒരു നിലപാട്. RSSൻ്റെ ഈ കർക്കശമായ നിലപാട് കൊണ്ട് തന്നെ മോദിക്കും ഒരുപാട് പരിമിതിയുണ്ട്. അങ്ങനെ എടുത്താൽ തീർച്ചയായിട്ടും അത് RSS സംഘപരിവാർ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എതിർപ്പ് വന്നാൽ ബുദ്ധിമുട്ടാകും. എന്തായാലും RSSനും സംഘപരിവാർ സംഘത്തിനും പ്രത്യേകിച്ച് നാഗ്പൂറിനും RSSൻ്റെ കേരള ശാഖയ്ക്കും ഇദ്ദേഹത്തിനോട് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പോകാൻ കഴിയാത്തത്. അങ്ങനെ RSSനും നാഗ്പൂറിനും താല്പര്യമില്ലാത്ത മറ്റൊന്നുകൊണ്ടല്ല, ഇദ്ദേഹം ബേസിക്കലി ഒരു ഹിന്ദു വിരുദ്ധനാണ്. ഹിന്ദു സമുദായത്തിൻ്റെ എല്ലാ ഗുണമേന്മകളും ആസ്വദിക്കുകയും ഹിന്ദുവിൽ ജനിച്ചതുകൊണ്ട് അഭിമാനിക്കുന്നതൊക്കെ പറഞ്ഞ് നമ്പറുകൾ കാണിക്കുമ്പോഴും ബേസിക്കലി ഉള്ളുകൊണ്ടൊരു ഹിന്ദു വിരുദ്ധനാണ് അദ്ദേഹം. ഒരു ദേശവിരുദ്ധനാണ്, അല്ലെങ്കിൽ ദേശീയത ഉൾക്കൊണ്ടിട്ടുള്ള ആളല്ല, ഹിന്ദുത്വത്തെ നന്നായി എതിർക്കുന്ന ആളാണ് എന്നുള്ളൊരു ചിന്ത വളരെ കൃത്യമായി RSS സംഘപരിവാർ വേദികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂർ എത്ര കണ്ട് പോകാൻ ശ്രമിച്ചാലും പരാജയപ്പെട്ടു പോകും. ശശി തരൂർ ശ്രമിക്കുന്നത് ഒരു ഓഫറോടുകൂടി പോകാൻ. ശശി തരൂരിന് ഇതിൻ്റെ മണം അറിയാം, ഇതിൻ്റെ സ്മെല്ലറിയാം, പ്രശ്നം അറിയാം. അതുകൊണ്ട് അവിടെ നിന്ന് എപ്പോഴെങ്കിലും ഇനി കയറാമെന്നൊക്കെ പറഞ്ഞ് നിന്നാൽ RSSകാർ വെട്ടും. അതോടൊപ്പം എന്തെങ്കിലും പദവിയുമായിട്ട് അങ്ങോട്ട് പോയാൽ പിന്നെ പെട്ടെന്ന് വെട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതാണ് ശശി തരൂരിൻ്റെ ഒരു വിഷയം. എന്തായാലും എങ്ങനെയായാലും അദ്ദേഹം RSSനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് BJP-യിൽ എങ്ങനെ ചേരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഗവേഷണത്തിലാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ അങ്ങനെ നടന്നാൽ, RSSനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടന്നാൽ ശശി തരൂർ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേരാനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട്. അല്ലെങ്കിൽ നേരിട്ട് അമിത്ഷായോ മോദിയോ പിടികൊടുത്ത് വിളിച്ചുകൊണ്ട് പോയി സ്ഥാനം കൊടുക്കണം. ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മാത്രമേ ശശി തരൂർ കോൺഗ്രസ് വിട്ട് BJP-യിലേക്കുള്ളൂ. അതുവരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. BJP-യെയും മോദിയെയും ഞങ്ങൾ സ്തുതിക്കും.